إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار. أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഏറെ സ്നേഹവും ആദരവുമുള്ള സത്യവിശ്വാസികളായ സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ആരാധിച്ചും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചു അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടുവാൻ പരമാവധി പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ സാരവത്തായി ഉപദേശിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ വ്രതവിശുദ്ധിയിലൂടെ സഞ്ചരിച്ച് സത്യവിശ്വാസികൾക്ക് അള്ളാഹു അനുവദിച്ച രണ്ടേ ആഘോഷങ്ങളിലെ ഈദുൽ ഫിത്തർ എന്ന മഹനീയമായ ആഘോഷ സുദിനത്തിലാണ് നമ്മളുള്ളത്. രണ്ട് പ്രബലമായ ജമാഅത്തുകൾ നമുക്ക് ഒരുമിക്കാൻ ഇന്നത്തെ ദിവസം കൊണ്ട് സാധിച്ചു. അൽഹംദുലില്ലാഹ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹുൽ അഅമാൽ. പ്രിയപ്പെട്ടവരെ, റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വിശ്വാസത്തിന്റെ ദൃഢീകരണമാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി കറകളഞ്ഞ ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തയ്യാറെടുപ്പിനു വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഒരു വ്രതകാലം നമ്മളിൽ നിന്ന് മറഞ്ഞു പോയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സ്വത്താണ് നമ്മുടെ വിശ്വാസം എന്നത്. അത് എല്ലാവർക്കും കൊടുക്കുമ്പോൾ അള്ളാഹു വാരി നമുക്ക് നൽകിയതല്ല. അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് ലഭിക്കുക എന്നത്. ആയതുകൊണ്ട് തന്നെ ആരാധനകളിലും വിശ്വാസങ്ങളിലും കലർപ്പില്ലാത്തവരായി ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുകയും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. ഏതെങ്കിലും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വിശ്വസിക്കുകയും കാണുന്ന ആഘോഷങ്ങളിലെല്ലാം പങ്കുചേരുകയും കാണുന്ന ഏതൊരു കർമ്മങ്ങളിലും ശരിയോ തെറ്റോ എന്നാലോചിക്കാതെ തലയിടുകയും ചെയ്യുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്ന് നമ്മൾ നമ്മുടെ ആദർശത്തിലൂടെ പഠിച്ചതാണ്.
കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും ആരാധിക്കുന്നവരുണ്ട്. ഒരേ മതത്തിലുള്ള ആളുകൾ വ്യത്യസ്ത മതങ്ങളിലെ ആരാധ്യ വസ്തുക്കൾക്ക് മുന്നിൽ കുമ്പിടുന്നവരുണ്ട്. അതിൽ നിന്നെല്ലാം മാറി മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇന്നത്തെ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളിലായി, 3 സ്റ്റെപ്പുകളിലായിട്ടാണ് പണ്ഡിതന്മാർ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒന്നാമത്തത് അൽ ഇഅ്തിഖാദു ഫിൽ ജിനാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിശ്വാസം, ആ റബ്ബിനോടുള്ള വിശ്വാസത്തിന്റെ ഒന്നാമത്തെ കാമ്പ് എന്നത് മനസ്സുകൊണ്ടുള്ള തീരുമാനമാണ്. അമലുകൾ ചെയ്യുമ്പോൾ മനസ്സുകൊണ്ടുള്ള ആ ഒരു മനസ്സാന്നിധ്യത്തോടു കൂടിയുള്ള നിയ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം ആ ഏതൊരു കർമ്മത്തിന്റെയും പ്രതിഫലത്തിന് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് അതാണ്, മനസ്സുകൊണ്ടുള്ള തീരുമാനം. എന്റെ റബ്ബ് ഏകനാണ് എന്നത് ആരെങ്കിലും പറഞ്ഞാൽ പോരാ. എന്റെ റബ്ബ് ഏകനാണ് എന്നത് ആരെങ്കിലും പറയുമ്പോൾ തൽക്കാലം സമ്മതിച്ചു കൊടുത്താൽ പോരാ. മറിച്ച് ഏത് ഘട്ടങ്ങളിലും, കൂട്ടത്തിലായാലും ഒറ്റക്കായാലും, വിദേശത്തായാലും വിദൂരതയിലായാലും, ഒറ്റക്കൊരു മുറിക്കുള്ളിലായാലും, ഒരുപാട് സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും, ആരോഗ്യവാനാണെങ്കിലും അതേപോലെ തന്നെ ആരോഗ്യമില്ലാത്ത അവസ്ഥയിലും അവന്റെ റബ്ബ് ഏകനാണ് എന്ന അചഞ്ചലമായ തീരുമാനം മനസ്സിലുണ്ടാകുക എന്നതാണ് ഒന്നാമതായി പ്രിയപ്പെട്ടവരെ ഈമാനിനെ വിശ്വസിക്കുന്ന, മനസ്സിലാക്കുന്ന മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ ഉണ്ടാകേണ്ട, അയാളുടെ ഹൃദയവിശുദ്ധിയിൽ ഒന്നാമതായി ചേർക്കേണ്ടതായ പാഠം മനസ്സുകൊണ്ടുള്ള റബ്ബിനെ കുറിച്ചുള്ള തീരുമാനമാണ്. രണ്ടാമത്തത് അൽ ഇഖ്റാറു ബിൽ ലിസാൻ, മനസ്സുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ, ഉറപ്പിച്ച, നിയ്യത്തെടുത്ത, തീരുമാനിച്ച ആ വിശ്വാസം അത് തന്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചാൽ പോരാ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. തന്റെ നാഥനെ കുറിച്ചുള്ള തന്റെ ആ ഒരു ചിന്താഗതി നാവ് കൊണ്ട് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം വരുന്ന രൂപത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്കത് സാധിക്കണം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഖബ്ബാബ് ഇബ്നു ഹറത്ത് റളിയല്ലാഹു അൻഹു, ഖബ്ബാബിനെ തന്റെ യജമാനത്തി ഉമ്മു അമ്മാറയുടെ കീഴിലെ ഉലകളിൽ തീജ്വാലകൾ ഉണ്ടാക്കി, വലിയ ലോഹത്തകടുകളിൽ വലിയ ഭാരമുള്ള ഹാമറുകൾ എടുത്ത് അടിച്ചു പരത്തി ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ആയുധപ്പുരയിലെ തീച്ചൂളയിൽ തീപ്പാറുന്ന ആ ഉലകൾക്ക് കാവലായി നിന്ന ഖബ്ബാബ്, അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ പ്രബോധനം ആരംഭിച്ചു എന്ന് കേട്ട് ഈ അബ്ബാബിന്റെ യജമാനത്തി കാണാതെ അദ്ദേഹം പോവുകയാണ്. മക്കയിൽ മുഹമ്മദ് എന്ന ആൾ ഏറ്റവും വലിയൊരു ആദർശം, ആകാശഭൂമികൾ പടച്ച ഒരു നാഥനെ പറ്റിയുള്ള പ്രബോധനം നടത്തുന്നു എന്ന് കേട്ടിട്ട് ഖബ്ബാബ് ഇബ്നു ഹറത്ത് റളിയല്ലാഹു അൻഹു തന്റെ യജമാനത്തി ഉമ്മു അമ്മാറയുടെ കണ്ണു വെട്ടിച്ച് ഓരോ ഗ്യാപ്പുകൾ കിട്ടുമ്പോൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോകുകയാണ്. എവിടെയാണ് പോയത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മക്കയിൽ പോയതാണ് എന്ന് പറയും. മേലാലിനി അങ്ങോട്ട് പോകരുത്, അവിടെ ഒരാളുണ്ട്, അയാളുടെ സദസ്സിൽ ഇരിക്കാൻ പാടില്ല. നമ്മുടെ നാടകങ്ങളിൽ, നമ്മുടെ നാടുകളിൽ ആളുകൾ പറയുന്നത് പോലെ ഇന്നടത്തേക്ക് പോകാൻ പാടില്ല, ഇന്ന പള്ളിയിൽ പോകാൻ പാടില്ല, ഇന്ന മുസല്ലയിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്, അത് വലിയ ഗുരുതരമായ പരിക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കും എന്ന് പറയുന്നത് പോലെ ഈ യജമാനത്തി ഉമ്മു അമ്മാറ ആയ ഹബ്ബാബിനെ പലതവണ ഈ പറഞ്ഞതുപോലെ നിർദ്ദേശം നൽകി, അവിടേക്ക് പോകരുത്. അങ്ങനെ ഹബ്ബാബിന് അള്ളാന്റെ റസൂലിന്റെ 1-2 സിറ്റിങ്ങുകൾ ഇരിക്കുമ്പോഴേക്കും അള്ളാനെ പറ്റിയുള്ള കൃത്യമായ ധാരണയുണ്ടായി. ഹബ്ബാബിന് ധൈര്യം വരാൻ തുടങ്ങി. തുറന്നു പറയാനുള്ള അൽ ഇഖ്റാറു ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഇത് പ്രഖ്യാപിക്കാൻ മാത്രമുള്ള മഹത്തരമായ ഒരു ആദർശമാണ് ഈ ആദർശം എന്ന് ഹബ്ബാബിന് ബോധ്യപ്പെടുകയാണ്. ഒരിക്കൽ ഹബ്ബാബ് മക്കയിൽ നിന്ന് തന്റെ ജോലി സ്ഥലത്തേക്ക് വന്ന സമയത്ത് യജമാനത്തി ചോദിച്ചു, എവിടെയായിരുന്നു? ഞാൻ അതെ മക്കയിലേക്ക് പോയതാണ്. മക്കയിൽ ഖുറൈശി കുടുംബത്തിലെ, കുലീന കുടുംബത്തിലെ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി പിറന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ആ നാഥനിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ഹബ്ബാബ്. എന്താ ഉണ്ടായത്? ഹബ്ബാബിനെ തന്റെ യജമാനത്തി ഉമ്മു അമ്മാറ ഹബ്ബാബിനെ ചുട്ടുകൊള്ളുന്ന ഉലയിൽ ഒരു പടച്ചട്ട പഴുപ്പിച്ചുണ്ടാക്കാൻ തുടങ്ങി. ഹബ്ബാബ് പടച്ചട്ട ഓർഡറാണെന്ന് വിചാരിച്ചിട്ടാവാം പടച്ചട്ട അദ്ദേഹം ഉണ്ടാക്കി, അടിച്ചു പരത്തി പട്ടാളക്കാരിടക്ക് ഉണ്ടാക്കുന്ന, അവർ ധരിക്കുന്ന പടച്ചട്ട പഴുപ്പിച്ച് അത് ഹബ്ബാബിന്റെ ശരീരത്തിലേക്ക് ഇട്ടുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഹബ്ബാബിനെ പടച്ചട്ട കൊണ്ട് പഴുപ്പിച്ച പടച്ചട്ട ധരിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന്റെ പേരിൽ അത് സ്വകാര്യമാക്കിയിരുന്നെങ്കിൽ ഈ യജമാനത്തി ഉമ്മു അമ്മാറ ഹബ്ബാബിനെ
ഇതുപോലെ പീഡിപ്പിക്കുമായിരുന്നില്ല. അവർ വിളിച്ചു പറഞ്ഞു നാവ് കൊണ്ടുള്ള രണ്ടാമത്തെ ഈമാനിന്റെ പ്രഖ്യാപനം നടത്തിയതിന്റെ പേരിൽ എന്താ ഉണ്ടായത്? പിൽക്കാലത്ത് ഉമറുൽ ഖത്താബിന്റെ ഭരണകാലത്ത് സഹാബാക്കളിൽ കട്ടിയുള്ള കമ്പിളി പുതപ്പ് ധരിച്ച ഒരു സഹാബി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള സഹാബിയാണ്, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തുള്ള സഹാബിയാണ്, ധീരനായ ഉമറുൽ ഖത്താബിന്റെ കാലത്തുള്ള പ്രിയപ്പെട്ട സഹാബിയാണ്. കട്ടിയുള്ള കമ്പിളി പുതപ്പ് എപ്പോഴും ധരിക്കുന്ന, ചൂടത്തും ശീതകാലത്തും അതിശൈത്യത്തിലും അതികഠിനമായ ചൂടിലും റമദാനിലും എല്ലാ മാസങ്ങളിലും കട്ടിയുള്ള പുതപ്പ് ധരിച്ച ആ ഹബ്ബാബ് എന്ന സഹാബി ഉമറുൽ ഖത്താബിന്റെ സദസ്സിൽ ഒരിക്കൽ ഇങ്ങനെ എഴുന്നേൽക്കാൻ നേരത്ത് ഹബ്ബാബിന്റെ ചുമലിൽ നിന്ന് ഈ ഷോള് വീണു പോവുകയാണ്. ഈ ധീരനായ ഉമറുൽ ഖത്താബിന്റെ കണ്ണുകളെ അത് ഞെട്ടിച്ചു കളഞ്ഞു. സഹാബാക്കൾ തലകുനിച്ചു. ധീരനായ ഉമർ മുഖം പൊത്തി. എന്തായിരുന്നെന്നറിയുമോ? കേവലം ഒരു മനുഷ്യന്റെ എല്ലുകളിൽ, അസ്ഥികളിൽ നേർത്ത ഒരു തൊലി മാത്രം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അതായിരുന്നു ഹബ്ബാബ്. തന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ തന്റെ യജമാനത്തി ഉമ്മു അമ്മാറ വർഷങ്ങൾക്ക് മുമ്പ് ഈ പടച്ചട്ട ധരിപ്പിച്ചതിന്റെ പേരിൽ മാംസങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ് കേവലമായ എല്ലുകളിൽ നേർത്ത തൊലികൾ മാത്രമുള്ള ഹബ്ബാബിന് കാറ്റുകൾ തടുക്കാൻ കഴിയില്ലായിരുന്നു. കൂട്ടരെ, ചൂടുകൾ സഹിക്കാനാകാത്തതായിരുന്നു. തണുപ്പും കാറ്റും ഉഷ്ണവും ഈ ഹബ്ബാബിന്റെ ശരീരത്തിലേക്ക് പതിക്കാതിരിക്കാൻ കട്ടിയുള്ള കമ്പിളി പുതപ്പും ധരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രമാണ് ആരാധ്യൻ, ഞങ്ങളുടെ താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് മഹാന്മാരെ വിളിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഹബ്ബാബിന് വർഷങ്ങളോളം ഈ കമ്പിളി പുതപ്പ് ധരിക്കേണ്ടി വരുമായിരുന്നില്ല. എന്ത് തന്നെ നഷ്ടം വന്നാലും, ആളുകൾക്കിടയിൽ എന്ത് തന്നെ പ്രയാസമുണ്ടായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചകത്തേറ്റിയ റസൂലുള്ളാഹിക്ക് മിണ്ടാതിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ച് വീടകങ്ങളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കുമ്പിട്ട് വലിയ പ്രയാസങ്ങളൊന്നും വരുത്താതെ ആളുകളോട് പ്രബോധനം പറയാതെ ജീവിച്ചിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട രണ്ട് പുത്രിമാർ റുഖയ്യയെയും ഉമ്മു കുൽസൂമിനെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മക്കയുടെ മണലാരണ്യങ്ങളിൽ റസൂലുള്ളാഹ് പ്രബോധനം തുടങ്ങിയപ്പോ തന്റെ രണ്ട് പെൺകൊടിമാരെ ഡൈവോഴ്സ് ചെയ്ത് റസൂലുള്ളാഹിന്റെ വീട്ടിലെത്തിച്ചു പോവാം. എന്തിന്? വാപ്പ പ്രബോധനം തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാര് സൃഷ്ടാവല്ല എന്നും അവരെ ആരാധിക്കാൻ കൊള്ളാത്തവരാണെന്നും ആരാധിക്കേണ്ടത് ഏകനായ നാഥനെയാണെന്നും നിങ്ങളുടെ വാപ്പ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യാപദം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് റുഖിയയെയും ഉമ്മു കുൽസൂമിനെയും വീട്ടിലേക്ക് എത്തിക്കാനുള്ള കാരണം അൽ-ഇഖ്റാറു ബിൽ-ലിസാൻ, നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ രണ്ട് ചരിത്രശകലം പറഞ്ഞത് ജീവിതത്തിൽ സാമൂഹികമായി ജീവിക്കുന്ന, സോഷ്യലായി ജീവിക്കുന്ന, ഇതര മതക്കാരുമായി ഇടപഴകി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ ഞാൻ മുസൽമാനാണ്, എനിക്കത് ഹറാമാണെന്ന് വളരെ ധീരമായി പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു കൽബകം നമുക്കുണ്ടാകുക എന്നതാണ് ഈമാനിന്റെ രണ്ടാമത്തെ പാഠമായി നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക എന്നതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൂന്നാമത്തേതോ വഅമലുൻ ബിൽ ജവാരിഹ്, മനസ്സുകൊണ്ട് തീരുമാനിച്ച, നാവ് കൊണ്ട് പ്രഖ്യാപിച്ച, അതിന് തീരുന്നില്ല. വഅമലുൻ ബിൽ ജവാരിഹ്, തന്റെ ജീവിതത്തിലേക്ക് അത് പ്രായോഗികവൽക്കരിക്കുക എന്നത്, തന്റെ അവയവങ്ങളെ കൊണ്ട് താൻ പഠിച്ച ഇൽമ് തനിക്ക് എന്താവണം? നാഫി ആകണം, ഉപകാരപ്രദമാകണം. ദീനിനെ പറ്റി എല്ലാം അറിയുന്ന ആളാണ്. അള്ളാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രമാണങ്ങളെ കൃത്യമായി ബോധ്യമുള്ള ആളാണ്. സകാത്ത് കൊടുത്തിട്ടില്ലെങ്കിലുള്ള ശിക്ഷ എന്താണെന്ന് അറിയുന്നവനാണ്. വ്യഭിചരിച്ചാലുള്ള പരലോകത്തെ ശിക്ഷ എന്താണെന്ന് അറിയുന്നവനാണ്. ഇതെല്ലാം അറിയുന്ന ആൾക്ക് സകാത്ത് കൊടുക്കാൻ കഴിയുന്നില്ല, വ്യഭിചാരം നിർത്താൻ കഴിയുന്നില്ല, ലഹരി ഒഴിവാക്കാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ഫിത്നയുണ്ടാക്കൽ നിർത്താൻ അതിന്റെ ശിക്ഷയറിയുന്ന മനുഷ്യന് കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇൽമു കൊണ്ട് അയാൾക്ക് ഈമാൻ ഉദിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. മറിച്ച് കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ പഠിച്ചു പലതും, പല വ്യത്യസ്തങ്ങളായ തിന്മകളിൽ നിന്ന് നമ്മൾ മാറി നിന്നു. വ്രതമായിരുന്നു നമ്മുടെ ടാർഗറ്റ്, വ്രതമായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇന്നത് പറഞ്ഞാൽ വ്രതം ഒഴിവായി പോകും, കളവ് പറഞ്ഞാൽ എന്റെ നോമ്പ് നഷ്ടപ്പെടും, മോശമായത് കണ്ടാൽ എന്റെ നോമ്പ് നഷ്ടപ്പെടും, മോശമായത് പറഞ്ഞാൽ എന്റെ നോമ്പ് നഷ്ടപ്പെടും, മോശമായത് ചിന്തിച്ചാൽ എന്റെ നോമ്പ് നഷ്ടപ്പെടും, വ്യഭിചരിച്ചാലും ലഹരി ഉപയോഗിച്ചാലും കൊലപാതകങ്ങൾ നടത്തിയാലും മോശമായ ഏത് കാര്യം ചെയ്താലും എന്റെ വ്രതം നഷ്ടപ്പെടും എന്ന ചിന്താഗതിയിൽ
അതിനെയെല്ലാം നമ്മൾ കെട്ടിയിട്ടു. പിശാചിനെ ചങ്ങല കെട്ടു നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, റമദാനായി കഴിഞ്ഞാൽ പിശാചുക്കൾ ബന്ധനസ്ഥരാകും. അതുപോലെ തന്നെ അത് നമ്മൾ ആസ്വദിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, എന്തേ നമുക്ക് നഷ്ടമുണ്ടായോ? നോമ്പ് നോറ്റിട്ട് ആർക്കെങ്കിലും ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായോ? ഏതെങ്കിലും തിന്മകൾ മാറ്റി നിർത്തിയിട്ട് ആർക്കെങ്കിലും പ്രതിസന്ധി ഉണ്ടായോ? തനിക്ക് കിട്ടിയ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, തങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതിൽ നിന്ന് ചെലവഴിച്ചതിനാൽ സാമ്പത്തികമായ ധ്രുവീകരണം നടന്നുവോ? ഒന്നും സംഭവിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അതിന്റെ തുടർച്ചയുണ്ടാകണം. അതാണ് വഅമലും ബിൽ ജവാരിഹ്, എല്ലാം മനസ്സുകൊണ്ട് തീരുമാനിച്ച വിശ്വാസത്തെ, നാവ് കൊണ്ട് പ്രഖ്യാപിച്ച വിശ്വാസത്തെ ശാരീരികമായി പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്ന 3 ഘട്ടങ്ങൾ പൂർത്തിയായാലാണ് ഒരു മുഅ്മിൻ, പ്രിയപ്പെട്ടവരെ, മുഅ്മിനാകുന്നുള്ളൂ. അതാണ് ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ബോധ്യം വരണം. എല്ലാ അവസ്ഥകളും നമുക്ക് അനുകൂലമാകും. ആളുകൾ ആരും അറിയില്ല, നാട്ടുകാരും ആരുമില്ലാത്തൊരു നാടാണ്. തന്നെ പറ്റി ആർക്കും ഒരു ഐഡിയോളജി ഇല്ല. താൻ ഈ തോന്നിവാസത്തിന് നിൽക്കുന്ന ആളും നാട്ടുകാരും തന്നെ പിന്നീട് ഫോളോ ചെയ്യുന്നില്ല. ഈ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ചെന്റെ ഇന്ത്യയിലേക്ക് പോയാൽ ഈ രാജ്യത്തുള്ള ഒരാളും എന്നെ പറ്റി ഇന്നത് ചെയ്തവനാണെന്ന് പറയില്ല. അത്രയും സെക്യൂരിറ്റിയാണ്. എന്നാൽ മനസ്സുകൊണ്ട് തീരുമാനിച്ചൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന് ഞാനൊരു മുസ്ലിമാണല്ലോ എന്ന് ചിന്തിക്കാൻ അത്തരത്തിൽ സാധിക്കണം. അവരാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചവർ. അവർക്കാണ് തിന്മ ചെയ്യാനുള്ള താല്പര്യങ്ങളിൽ നിന്ന് പിറകോട്ടടിക്കാൻ സാധിക്കുക. അത് ഈമാനിന്റെ ലക്ഷണമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഈമാൻ ഉണ്ടെങ്കിൽ, ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് പോയാൽ അള്ളാഹു അവനുമായിട്ട് അങ്ങേയറ്റം അടുക്കുമെന്നാണ്. അള്ളാഹുവിന്റെ ഏറ്റവും നല്ല ആബിദാകാൻ ആ ആൾക്ക് സാധിക്കുമെന്നാണ്. അയാൾ ചോദിച്ചാൽ അള്ളാഹ് അയാൾക്ക് കൊടുക്കും. അയാൾക്ക് എന്ത് പ്രയാസം വന്നാലും അയാളുടെ വായിൽ നിന്ന് ആദ്യം വരുന്ന വിളി അള്ളാഹുവിനെ. ഒരു മൊട്ടുസൂചി കാണാതായാൽ പടച്ചോനെ, എന്റെ മൊട്ടുസൂചി ഉണ്ടായിരുന്നല്ലോ എന്ന് അള്ളാഹനെ വിളിച്ച് ചോദിക്കുന്ന, പറയുന്ന അത്ര ബന്ധമുള്ള ഒരു ആബിദാകാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു അവനെ ഏറ്റെടുക്കുന്ന. നിങ്ങൾക്കറിയോ, മദീനത്ത് മഴ കിട്ടാതെ മദീന നിവാസികൾ പ്രയാസപ്പെട്ടു. അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ്. ആ സമയത്ത് മദീന നിവാസികൾ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തി, നമസ്കാരം നടത്തി. മാലിക് ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹമാണ് പറയുന്നത്, മദീനയിൽ വമ്പിച്ച നമസ്കാരം നടന്നു, പക്ഷെ മഴ വന്നില്ല. ഇങ്ങനെ മാലിക് ദീനാർ ആ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ആ സമയം ചെലവഴിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ, ഒരു ചെരുപ്പൂത്തി എന്നാണ് പറഞ്ഞത്, ഒരു ചെരുപ്പ് നന്നാക്കുന്ന മനുഷ്യൻ വന്ന് ഒറ്റക്ക് നമസ്കരിച്ചു. അദ്ദേഹം ആ നമസ്കാരാനന്തരം പ്രാർത്ഥിക്കുന്നത് മാലിക് ദീനാർ റഹിമഹുല്ലാഹ് കേൾക്കുകയാണ്. അല്ലാഹുവേ, മദീന നിവാസികൾ മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ്. ഇവിടുത്തെ കന്നുകാലികൾ ചത്തൊടുങ്ങും. കൊച്ചുകുട്ടികൾ രാവും പകലും നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാരീരികമായ പ്രതിസന്ധികൾ, അതുപോലെ തന്നെ വിളകളിലുള്ള വലിയ വലിയ പ്രത്യാഘാതങ്ങൾ എല്ലാം പ്രതിസന്ധിയിലാക്കി മദീന നിവാസികൾ ആകമാനം നശിച്ചു പോകുന്ന ഭാരിച്ച പരീക്ഷണത്തിലാണ്. റബ്ബേ, ഞങ്ങൾക്ക് മഴ തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. സുബ്ഹാനല്ലാഹ്, അതാ വരുന്നു ഇടിയും മിന്നലോടും കൂടിയുള്ള മഴ. മാലിക് ദീനാർ പറയാണ്, ആ മഴ സുബഹി വരെ നീണ്ടു നിന്നു. സുബഹി കഴിഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ മാലിക് ദീനാർ പരിചയപ്പെട്ടു. എങ്ങനെ? ഞങ്ങൾ ഇവിടെ ഇന്നലെ നമസ്കാരം നടന്നപ്പോ ഈ മഴ കിട്ടിയിട്ടുണ്ടായില്ല. മാഷാ അല്ലാഹ്, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടു. നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു കേട്ടിരിക്കുന്നു. ഈ ഒരു അഭിനന്ദിക്കുന്ന സംസാരം വന്നതാണ്. ഈ ചെരുപ്പൂത്തി എന്താ ചെയ്തതെന്നറിയൂ? മാലിക് ദീനാർ റഹിമഹുല്ലാഹയോട് പരുഷമായിട്ടൊരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾ ആർക്ക് പിന്നാലെയായി വരുന്നത്? തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ചു എന്നാണ്. അങ്ങനെ ദുഹറിന്റെ സമയമായപ്പോൾ മാലിക് ദീനാർ റഹിമഹുല്ലാഹ് അവിടുത്തെ ആളുകളോട് പറഞ്ഞു, ഇന്നലെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു, മഴ വന്നു. ഞാൻ കാണിച്ചു തരാം. ദുഹറിൽ നോക്കുമ്പോൾ അദ്ദേഹമില്ല. അസറിന് കാത്തു നിന്നു, അദ്ദേഹമില്ല. അസർ കഴിഞ്ഞ് മാലിക് ദീനാർ റഹിമഹുല്ലാഹ് ആ മനുഷ്യന്റെ വീട്ടിന്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് അദ്ദേഹത്തെ കുറെ സലാം ചൊല്ലി വിളിച്ചപ്പോ സമീപത്തുള്ള ഒരു അയൽവാസിയായ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാണ്ഡക്കെട്ടുകളും അദ്ദേഹത്തിന്റെ പാത്രങ്ങളും എടുത്ത് അദ്ദേഹം പോയിട്ടുണ്ട്, അദ്ദേഹം ഇനി വരാൻ സാധ്യതയില്ല എന്ന് മാലിക് ദീനാർ റഹിമഹുല്ലാഹ് പറയാണ്. പിന്നീട് അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത്. എന്താ ഉണ്ടാവുക? ഒരു കൂട്ടർ ആദ്യം തന്നെ എന്ത് ചെയ്യും? 2 മീറ്റർ പച്ചത്തുണിയും ഒരു പാക്കറ്റ് ചന്ദനത്തിരിയുമായിട്ട് പൊതിയും അദ്ദേഹത്തെ, അല്ലേ? വലിയ കഴിവുള്ള, അമാനുഷിക ശക്തിയുള്ള, എന്ത് കാര്യങ്ങളും റബ്ബുമായിട്ട് വല്ലാത്ത ബന്ധമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു. ഈ മനുഷ്യനാണെങ്കിലോ നമ്മളെപ്പോലത്തെ ഒരാളാണെങ്കിൽ ആ ചാൻസ് അയാൾ മുതലെടുക്കും. വിശ്വാസത്തെ ആളുകൾ മുതലെടുക്കുകയാണ്. ഏതെങ്കിലും ലക്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദറിനാൽ നടന്ന ഒരു സംഗതി തന്റെ കഴിവിനാലാണെന്ന് വാദിച്ച്
അള്ളാഹു നൽകിയ വായുവും വെള്ളവും ഉപയോഗിച്ച് ഞാനും റബ്ബാണെന്ന് പറയുന്ന വൃത്തികെട്ട ഏർപ്പാടിന് ഇന്നും നമ്മുടെ നാടുകളിൽ ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരിൽ നിന്നെല്ലാം മാറി ഏകനായ റബ്ബാണ്. നിങ്ങൾക്കറിയുമോ, മക്കയിലെ മുശ്രിക്കുകളോട് ആകാശഭൂമികൾ പടച്ചതാരാണെന്ന് ചോദിച്ചാൽ അവര് റബ്ബാണെന്ന് പറയും. കാറ്റും കോളും ഇടിയും മിന്നലും മഴയും ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ റബ്ബിനെ പറയും. നമ്മുടെ നാടകങ്ങളിലെ പല പുസ്തകങ്ങളിലും പ്രസംഗങ്ങളിലും മഴ നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മൊയ്തീൻ ശൈഖാണെന്ന് പറഞ്ഞു പോകുന്നു. എവിടേക്കാണ് അവർ പോകുന്നത് ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് അള്ളാഹ്ക്ക് നൽകേണ്ട സ്ഥാനത്തേക്ക് നമ്മൾ മറ്റൊരാൾക്ക് സ്ഥാനം നൽകുന്നത് എന്നത് നമുക്ക് നരകം വാങ്ങിത്തരുന്ന, അള്ളാഹു ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത മാരകമായ പാതകമായി ബാക്കി ഏത് പാതകവും ഞാൻ അതനുസരിച്ച് പുറത്തു കൊടുത്തു തരാം, നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് പറഞ്ഞ, എന്നാൽ ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞ ശിർക്കിൽ നിന്ന് മുക്തമാകുക എന്നതാണ് ഈമാനിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ. അത് നമുക്ക് ലഭ്യമാകും. ഏത് ഘട്ടത്തിലും നമ്മൾ കുലുങ്ങാൻ പാടില്ല. തൗഹീദുള്ളവരെ, അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങളിലേക്കും വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിലേക്ക് വരുമ്പോൾ സഹാബാക്കൾ വട്ടത്തിലിരുന്ന് ചർച്ചയിലാണ്. സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ മസീഹുദ് ദജ്ജാലിനെ പറ്റി സംസാരിക്കുകയാണ്, പേടിയാകുന്നു പ്രവാചകരെ. മസീഹുദ് ദജ്ജാലിന്റെ വരവും മസീഹുദ് ദജ്ജാലിന്റെ പരീക്ഷണവും സുബ്ഹാനല്ലാഹ് അവർ ഭയപ്പാടോടുകൂടി റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഭയമുണ്ട് ഞങ്ങൾക്ക്. പ്രവാചകൻ എന്താ മറുപടി പറഞ്ഞത്? മസീഹുദ് ദജ്ജാലിന്റെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള ഭയത്തേക്കാൾ നിങ്ങളുടെ ഈമാന്റെ കാര്യത്തിൽ, നിങ്ങളിലേക്ക് ശിർക്ക് വരുമോ എന്ന കാര്യത്തിൽ എനിക്ക് ബേജാറുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പലതിലും വിശ്വസിക്കുകയാണ്. കന്നിമൂല അല്ലെ ഉദാഹരണം. കന്നിമൂല, തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു കുഴി കുഴിച്ചാൽ പിന്നെ ആരും പറയാറില്ല, ഒന്നും കുഴിക്കരുത് എന്നേ പറയും. കുഴിച്ചാൽ എന്താന്ന് പറയില്ല, കുഴിക്കരുത് അല്ലെ. അതേപോലെ തന്നെ ആളുകൾ അതിൽ വിശ്വസിക്കുന്നു. കുറെ ആളുകൾ അതിൽ വിശ്വസിച്ച് കുഴിക്കാതെ കൂടും അല്ലെ. ഒരു സ്ക്വയറായ സ്ഥലത്ത് കന്നിമൂലയുണ്ടെങ്കിൽ അവിടെ കുഴിക്കുന്നില്ല. പിന്നീട് അത് രണ്ട് ഭാഗമായി രണ്ടാളുകൾ എടുത്തു കഴിഞ്ഞാൽ കന്നിമൂലയുടെ എണ്ണം അതേ പറമ്പിൽ 2. ആ പറമ്പ് 4 കഷ്ടമായാൽ കന്നിമൂലയുടെ എണ്ണം അതേ പറമ്പിൽ 4. എന്തൊരു വിരോധാഭാസമാണ് പ്രിയപ്പെട്ടവരെ. അവിടെ കുഴിച്ചാൽ ആ വീട്ടിലെ പ്രധാനപ്പെട്ട ആള് മരിച്ചു പോകുന്ന, എന്നിട്ട് കുഴിക്കില്ല. നാം വിശ്വാസികളായ ആളുകൾക്കോ എവിടെയാണ് റസൂൽ പറഞ്ഞില്ലേ, ഉറുമ്പരിച്ച് കയറുന്നത് പോലെ നിങ്ങളിലേക്ക് ശിർക്ക് വരും. അല്ലാഹയല്ലാത്ത ആളിൽ നിന്ന് പ്രതീക്ഷകൾ, അല്ലാഹു അല്ലാത്ത ആളെ വിളിച്ചു തേടുന്ന അവസ്ഥകൾ, അല്ലാഹു അല്ലാത്ത ആളെ ഭയപ്പെടുന്ന, ശക്തിയെ ഭയപ്പെടുന്ന, വസ്തുവിനെ ഭയപ്പെടുന്ന, വസ്തുവിൽ നിന്ന് പ്രതീക്ഷ അർപ്പിക്കുന്ന, ഇന്നത് കെട്ടിയാൽ, ഇന്നത് തൂക്കിയാൽ, ഇന്നത് ചൊല്ലിയാൽ, അല്ലെങ്കിൽ ഇന്നത് എഴുതി വെച്ചാൽ എല്ലാം റെഡിയായി എന്ന് തന്റെ ശരീരത്തിൽ എഴുതുകയും കെട്ടുകയും ചുരുട്ടി വെക്കുകയും നൂലുകൊണ്ടാക്കുകയും ചെയ്യുന്ന വിടകങ്ങളിൽ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ? അതിലാണ് അവരുടെ വിശ്വാസം. അതെടുത്ത് മാറ്റിയാൽ അവർക്കൊരു ജലദോഷം വന്നാൽ അവര് പറയും അതെടുത്തു മാറ്റിയത് കൊണ്ടാണ് അല്ലേ. കന്നിമൂലയിൽ തൗഹീദുള്ളവരോടാണ് ഇനി പറയുന്നത്. നമ്മുടെ വിശ്വാസം എന്താ? എന്ത് കന്നിമൂല? ഒരു കന്നിമൂലയില്ല. കന്നിമൂലയിൽ കുഴിച്ചാലും കുഴിച്ചിട്ടില്ലെങ്കിലും എല്ലാരും മരിക്കും. കുഴിച്ചെടുത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ കുഴിക്കാത്തടുത്ത് മരിക്കാതെ ആള് ബാക്കി വേണം അല്ലേ പ്രിയപ്പെട്ടവരെ? ആലോചിച്ച് നോക്ക്. കന്നിമൂലയിൽ കുഴിച്ചാൽ ആ വീട്ടിലെ പ്രധാനി മരിക്കുമെങ്കിൽ കന്നിമൂലയിൽ കുഴിക്കാത്ത വീട്ടിൽ ആ പ്രധാനി ബാക്കി വേണം. എവിടെയെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ വിശ്വാസം അവിടെയാണ് പോക്കറ്റ് അടിക്കപ്പെടുന്നത്. എന്നാൽ എവിടെയാണ് ഉറുമ്പ് അരിച്ച് കയറി വരുന്നതോല് വരിക? നമ്മുടെ ആളുകൾ പറയും കന്നിമൂലയിൽ അതൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല, എന്നാലും അപ്പുറത്തെ സ്ഥലം നിങ്ങൾ അവിടെ കുഴിച്ചോളി എന്ന് പറയാം. ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷേ അപ്പുറത്തെ മൂലത്ത് കുഴിച്ചോളി. അപ്പൊ എവിടെയാണ്? എവിടെയോ ഒരു പേടി. ഇതവിടെ കുഴിച്ചിട്ട് എന്തെങ്കിലും വന്നാലോ എന്നൊരു പേടി. ചില വീടുകളിൽ തുളകൾ കാണാം. എന്താണ്? ആരോ ഒന്ന് പോകാനുണ്ട്. 1 മീറ്ററും 20 സെന്റിമീറ്ററുമുള്ള ഡോറിലൂടെ പോകാത്ത, 4 കള്ളിയും 3 കള്ളിയും 2 കള്ളിയുമുള്ള ജനലിലൂടെ പോകാത്ത, പറകോളയിലൂടെ പോകാത്ത ആർക്കോ ഈ തുളയിലൂടെ പോകണമെന്ന് നിർബന്ധമുണ്ട്. അത്രേ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത തുളയടച്ചാൽ ആ വീട്ടിലെ കുട്ടി അന്ന് കളിക്കുമ്പോ ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ ആ രക്ഷിതാവിന്റെ മനസ്സിൽ ആദ്യം വരുന്ന എന്താ? കുട്ടി വീണത് കൊണ്ടോ ആരോ തട്ടിയത് കൊണ്ടോ എന്നല്ല, ആദ്യം വരിക ആ തുള അടഞ്ഞത് കൊണ്ടാണെന്നാണ്. എവിടേക്കാ വിശ്വാസം പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ആർക്ക് വേണ്ടിയിട്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുക തഖ്വയുള്ളവനാണെന്ന് പരിചയപ്പെടുത്തിയ കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്ന് പറഞ്ഞില്ലേ? ഉത്തരവാദിത്തത്തെ പറ്റി ചോദ്യമുണ്ട്. നമ്മുടെ ആളുകൾ ഈ വിശ്വാസത്തെ പകർത്തു കൊടുക്കുകയാണ്. ഓരോ കുടുംബത്തിന്റെയും ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യർ
അവിടുത്തെ സ്ത്രീകളെ അത് പഠിപ്പിക്കുകയാണ്, അവിടുത്തെ കുട്ടികളെ അത് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ചിന്തിക്കാനോ അവിടുന്ന് അങ്ങോട്ട് പരിശോധിക്കാനോ ഉള്ള അവസ്ഥകളെ വെച്ച് അവരെ തടയുകയാണ്. എന്നിട്ട് ഈ ദൂരിലും കെട്ടിലും തകിടിലും പാട്ടയിലുമായിട്ട് ആളുകൾ നടക്കുകയാണ്. അത് വീണങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അതില്ലാത്ത സ്ഥലത്തും ആളുകൾ വീഴും, അതില്ലാത്ത സ്ഥലത്തും ആളുകൾ മരിക്കും, അതില്ലാത്ത സ്ഥലത്തും ആളുകൾക്ക് അസുഖം വരും, ഉണ്ടെങ്കിലും അസുഖം വരും. ആലോചിച്ച് നോക്ക് നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിൽ ഏർപ്പെട്ട പ്രവാചകനല്ലേ? എത്ര സഹാബാക്കൾ, പ്രിയപ്പെട്ടവരെ, എത്ര സഹാബാക്കൾ, അവർക്കെല്ലാം ഇതിന്റെ പ്രശ്നമായിരുന്നു, അവർക്കെല്ലാം അസുഖം വന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 18 വർഷമാണ് അസുഖം ബാധിച്ച് കിടപ്പിലായി പോയത്. ഏറ്റവും കൂടുതൽ മക്കളുള്ള പ്രവാചകൻ, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള പ്രവാചകൻ, ഏറ്റവും കുലീന കുടുംബത്തിലെ സുന്ദരിയായ ഒരു ഭാര്യ എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ആ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം 18 വർഷമാണ് രോഗാതുരമായ അവസ്ഥയിൽ അള്ളാഹു കിടത്തിക്കളഞ്ഞത്. എന്തായിരുന്നു കാരണം? കന്നിമൂലയിൽ കുഴിച്ചിരുന്നു അദ്ദേഹം, ഏതെങ്കിലും നൂല് മുറിച്ചിരുന്നു അദ്ദേഹം. ആലോചിക്കണം നമ്മളെല്ലാവരും. അള്ളാഹുവിന്റെ ഖദർ, ആകാശഭൂമികൾ പടക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ എല്ലാ സ്ഥിതിഗതികളും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ഖുത്ബ പറയുമെന്ന് ആകാശഭൂമികൾ പടക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ കിതാബിലുണ്ട്. നമ്മൾ ഓരോരുത്തരും എന്ന് മരണപ്പെടുമെന്ന്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയില്ല മനുഷ്യരെ. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, നിങ്ങൾ ഏത് മണ്ണിൽ വെച്ചാണ് മരണപ്പെടുക എന്നതും നിങ്ങൾക്കറിയില്ല എന്ന് മുഫസ്സിറുകൾ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ ആയത്ത്, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, നിങ്ങൾ ഏത് സ്ഥലത്ത് വെച്ചാണ് മരിക്കുക എന്നത് നിങ്ങൾക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏത് രാജ്യത്താണോ ഒരു മനുഷ്യനെ മരിക്കാൻ തീരുമാനിച്ചതെങ്കിൽ ആ മനുഷ്യനെ അവിടേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം അള്ളാഹു ഉണ്ടാക്കുമെന്ന്. സുബ്ഹാനല്ലാഹ്. നാട്ടില് 50 കൊല്ലം ജീവിച്ച വയസ്സായ ഒരു മനുഷ്യൻ തന്റെ മകളെ കല്യാണം കഴിച്ച് വിദേശത്തേക്ക് പോകുന്നു. മകൾക്കൊരു പൂതി, വാപ്പാനെ ഗൾഫ് കാണിക്കാൻ. ഗൾഫിലേക്ക് കൊണ്ടുപോവുകയാണ്. 55 വയസ്സിൽ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു. 2 ആഴ്ച കൊണ്ട് അദ്ദേഹം വരുന്നത് മയ്യത്ത് കൊണ്ടുവരുന്ന ഒരു ബോക്സിലാണ്. കൊയിലാണ്ടിയിൽ നടന്നതാണ്. എന്താ കാര്യം? അള്ളാഹു അദ്ദേഹത്തിന്റെ മരണം തീരുമാനിച്ചത് വിദേശത്താണ്. എന്തുണ്ടായി? വിസിറ്റിംഗ് ഇട്ടുകൊടുത്തു, അങ്ങോട്ടൊക്കെ അയച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി, നമുക്കൊക്കെ പലരും മരിച്ചിട്ടില്ലേ? നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ വിദേശത്ത് ആക്സിഡന്റിലും കൊറോണയിലും അതുപോലെ മാരകമായ പല പരീക്ഷണങ്ങളിലും പെട്ട് മരണപ്പെട്ടു പോയവരില്ലേ? വിവാഹന അപകടങ്ങളിൽ. എന്തേ? അള്ളാഹു അവരെ അവിടെ എത്തിക്കുകയാണ്. ഇതൊന്നും മനുഷ്യരുടെ കൈകളിലല്ല പ്രിയപ്പെട്ടവരെ, ഇതൊന്നും മനുഷ്യരുടെ നിയന്ത്രണത്തിലല്ല പ്രിയപ്പെട്ടവരെ. ഈ ഒരു വിശ്വാസമാണ് ആദ്യം തന്നെ നമ്മൾ പ്രതിനിധാനം ചെയ്യേണ്ടത്. എല്ലാം അല്ലാഹുവിൻ്റെതാണ്. ഒരാൾ നിരാശപ്പെടാനില്ല. 20 വിരലുള്ള ഒരു മനുഷ്യന് വൈകിട്ട് ഒരു അപകടത്തിൽ ഒരു വിരൽ നഷ്ടപ്പെട്ടാൽ അൽഹംദുലില്ലാ, എന്റെ റബ്ബ് എന്തൊരു റബ്ബാണ്. 19 വിരലിനെ ബാക്കി നിർത്തിയിട്ട് ഒരു വിരലല്ലേ വളച്ചോരെടുത്തത്. ഏത് വയസ്സിൽ? എന്റെ 50-ാമത്തെ വയസ്സിൽ, എന്റെ 60-ാമത്തെ വയസ്സിൽ. പ്രവാചകനോ എല്ലാ ആൺകുട്ടികളും 3 ആൺകുട്ടികളും ശൈശവഘട്ടത്തിൽ മരണപ്പെട്ടു റസൂലുള്ളാഹിക്ക്. നമ്മുടെ ആൺകുട്ടികളോ എത്ര വയസ്സിലാണ് മരണപ്പെട്ടത്? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടവരായ പലരും, ഉമ്മയും ബാപ്പയും അടക്കമുള്ള പലരും എപ്പോഴാണ് മരണപ്പെട്ടത്? റസൂലുള്ളാഹി കാണാത്ത വാപ്പ. പ്രവാചകൻ ജനിക്കുന്നതിന്റെ മുമ്പ് വാപ്പ പോവുകയാണ്. നമ്മുടെ വാപ്പയോ ഒരുപാട് വർഷം നമ്മുടെ കൂടെ ജീവിച്ചു. നമ്മുടെ റസൂലുള്ളാഹിന്റെ ഉമ്മ പ്രവാചകൻ 6 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടതാണ്. നമ്മുടെ ഉമ്മയോ, പലർക്കും ഇന്നും ഉമ്മയുണ്ട്, പലർക്കും 50ഉം 60ഉം വയസ്സുകളിൽ ഉമ്മമാരുണ്ട്. പ്രവാചകൻ അത് കൊടുത്തിട്ടില്ല റബ്ബ്. ആലോചിക്കണം നമ്മളെല്ലാവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നത് അള്ളാഹു ഓരോ ആളുകൾക്ക് നിർണയിച്ച ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിന്ന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചത് മറ്റൊരാൾക്കും തടുക്കാനാവില്ല. അള്ളാഹു തടുത്തു വെച്ചത് ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ലാത്തയും ഉസ്സയും മനാത്തയും ഹുബലും നാടകങ്ങളിലെ ഒരുപാട് സ്ഥലങ്ങളിൽ പൊന്തി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ഒരു ജാറത്തിലിരിക്കുന്ന മഹാനും അള്ളാഹു തരാത്തത് തരാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നിടത്താണ് നമ്മുടെ ഈമാൻ. അത് തീരുമാനിക്കാൻ കഴിയണം, അത് മനസ്സിൽ നിന്ന് വരണം. രണ്ടാമത് അതെ, അതാണ് ശരി, എന്റെ റബ്ബ് അതെനിക്ക് മതി എന്ന് പറയാൻ, എന്നിട്ട് റബ്ബിലേക്ക് അടുക്കാൻ, അല്ലാഹുവിലേക്ക് ഓടിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് നമ്മൾ മുഅ്മിനുകളാകുന്നത്.
അല്ലാതെ നാട്ടുകാർ മുസ്ലിങ്ങൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾ മുഅ്മിനാകുന്നില്ല, ജനങ്ങൾ മുത്തഖീങ്ങൾ എന്ന് വിളിക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ എത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജനാസ നമസ്കരിക്കാൻ 10,000 വന്നാലും അള്ളാന്റെ മുന്നിൽ ഇന്ന അഖ്റബക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഏറ്റവും ആദരിക്കപ്പെടുക അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു ഈമാനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അതിനാണ് ഹുവല്ലദീ ബഅത ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി. അജ്ഞരായ ഒരു ജനപദം, ഒരു നാട് മുഴുവനും അക്ഷരജ്ഞാനമില്ലാത്തവർ, ആ ജനപദത്തിൽ നിന്നൊരു മനുഷ്യനെ റസൂലാക്കുകയാണ്. ഹുവല്ലദീ ബഅത ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി. ആ റസൂലായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയാത്തുകൾ അവർക്ക് പഠിപ്പിച്ചു. വയുസക്കീഹിം, എന്താ പറഞ്ഞത്? അവരെ ആന്തരികമായ സംസ്കരണം നടത്തി റസൂൽ. സുബ്ഹാനല്ലാഹ്. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ കിതാബും അല്ലാഹുവിന്റെ വിജ്ഞാനവും പ്രവാചകൻ അവരെ പഠിപ്പിച്ചു. എന്തിന്? ആന്തരികമായി സ്ഫുടം ചെയ്യാൻ. എന്നിട്ട് വേണം നമ്മൾ ഖൽബൻ സലീമായി, കുറ്റമറ്റ ഹൃദയവുമായി റബ്ബിലേക്ക് അടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകൾ ചെയ്യാൻ ആളുകൾ അധികമാണ്. നിങ്ങൾ കാണുന്നില്ലേ? എല്ലായിടത്തും ഇബാദത്തുകൾ നടക്കുന്നുണ്ട്, എല്ലായിടത്തും സക്കാത്ത് നടക്കുന്നുണ്ട്, എല്ലായിടത്തും ഈദ് നമസ്കാരം നടക്കുന്നുണ്ട്, എല്ലായിടത്തും ബാങ്കും ഇഖാമത്തും നടക്കുന്നുണ്ട്, എല്ലായിടത്തും നമസ്കാരങ്ങൾ നടക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ എല്ലായിടത്തും ഒരേ വിശ്വാസമാണോ? ആലോചിക്കണം നമ്മളെല്ലാവരും. ഖുർആൻ തന്നെ പറഞ്ഞു, കാന അക്തറുഹും മുശ്രിക്കീൻ. എവിടെയാ പറഞ്ഞത്? ഖുൽ സീറൂ ഫിൽ അർദ്, പറയുക നബിയെ, ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കട്ടെ അവർ. ഫൻദുറൂ കൈഫ കാന ആകിബത്തുൽ ലദീന മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പുള്ള പലരെയും അല്ലാഹു പരീക്ഷിച്ച സ്ഥലങ്ങൾ നിങ്ങൾ ചെന്ന് കാണുക. അവിടെ നിങ്ങൾക്കൊരു കാര്യം നിയമിച്ചു കാണാം. കാന അക്തറുഹും മുശ്രിക്കീൻ, അവരിൽ ഭൂരിഭാഗവും മുശ്രിക്കുകളാണ്. അല്ലാഹുവിനെ വിളിക്കുന്നു അവർ, പക്ഷെ അവരുടെ നിസ്സാര കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്ത ആളെ അവലംബിക്കുന്നു അവർ. അങ്ങനെയുള്ള കൂട്ടരാണ് ധാരാളമെന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അങ്ങനൊരു വിഭാഗം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അമലുകൾ എല്ലായിടത്തും ചെയ്യും. എല്ലാവരും ഉഷാറാണെന്ന് വിചാരിക്കേണ്ട. വിശ്വാസം അതിൽ ദൃഢീകരിക്കപ്പെടണം. എങ്കിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മലക്കുൽ മൗത്ത് ഹാദിറാകുന്ന സമയത്ത്, ഓർമ്മയില്ലേ സഅദ് ഇബ്നു മുആദിന്റെ മരണം പ്രവാചകൻ പരിചയപ്പെടുത്തിയില്ലേ സഹാബത്തിന്? 5 വർഷമാണ് ഇസ്ലാമിലേക്ക് വന്ന് മുസ്ലിമായി ജീവിച്ചത്. 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു. 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം നാഥനിലേക്ക് മടങ്ങി. ആ മരണത്തെ പ്രവാചകൻ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹാദല്ലദീ തഹറക ലഹുൽ അർശ്, അന്നേ ദിവസം മലക്കുൽ മൗത്ത് ഹാദിറാകുമ്പോൾ അർശൊന്ന് കുലുങ്ങിന. വഫതിഹത് ലഹും അബ്വാബുസ് സമാ, ആകാശവാതിലുകൾ മലർക്ക് തുറക്കപ്പെട്ടു. വശഹിദഹാ 70,000 മിനൽ മലായിക, അന്ന് ഈ മലക്കുൽ മൗത്തിന്റെ കൂടെ 70,000 മലക്കുകൾ ഹാദിറായ ഗംഭീരമായ മരണം, സഅദ് ഇബ്നു മുആദിന്റെ മരണം. എന്നിട്ട് പ്രവാചകൻ സഹാബത്തിനോട് പറയാണ്, ലഖദ് ളമ്മ ളമ്മതൻ ثم فرج عن, സഹാബത്തെ, ആ സഅദിനെ ഖബർ ഒന്ന് ഞെരുക്കി കളഞ്ഞു. ഇങ്ങനെയുള്ള വാരിയല്, സഅദിന്റെ വാരിയല് ഇങ്ങനെ മുറുക്കി കളഞ്ഞു. പ്രവാചകൻ പറയുന്നുണ്ട്, ആരെങ്കിലും ഖബറിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എന്റെ കൂട്ടുകാരൻ സഅദ് ഖബറിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു എന്ന്. സഅദിന്റെ അവസ്ഥ ഇത് ആലോചിക്കണം നമ്മളെല്ലാവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസം ദൃഢീകരിക്കുക. 1 രൂപ നാണയം സദഖയായി കൊടുക്കുന്നവൻ അവന്റെ റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചാണെങ്കിൽ 1 കോടി കൊടുത്തവനേക്കാളും മുന്നിൽ അവനെത്തുമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരാട്ടിനെ കൊടുത്തിട്ട് അറുത്ത് വിതരണം ചെയ്യാൻ പറഞ്ഞു. റസൂലുള്ളാഹി അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആയിഷ എന്തായി എന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എല്ലാം കൊടുത്തു, 1 കുറക് മാത്രം ബാക്കിയായി. പ്രവാചകൻ പറയാണ്, എല്ലാം പോയി റസൂലേ, കുറക് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ആയിഷ അങ്ങനെയല്ല, എല്ലാം കിട്ടി, 1 കുറക് മാത്രം നമുക്ക് നഷ്ടപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, കൊടുത്തതെല്ലാം കിട്ടി, ഈ ബാക്കിയാക്കിയ കുറക് ആ കിട്ടുന്നതിൽ നിന്ന് നമുക്ക് നഷ്ടമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ, നമസ്കാരങ്ങളിൽ, സക്കാത്തിൽ, 1 പുഞ്ചിരിയിൽ വരെ റബ്ബിന്റെ പ്രതിഫലം വേണമെന്നുള്ള വികാരം, അങ്ങനെ ഒരു വിചാരം അത് നമുക്കുണ്ടാകണം. അതാണ് ഈമാൻ. ആ ഈമാൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് നമുക്ക് ഹാദിറാകണം. അങ്ങനെ കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹുവ ദഖലൽ ജന്ന,
ആർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കാൻ കഴിയുന്നുവോ അവർക്ക് സ്വർഗമാണ്. എന്റെ വാപ്പ മരിക്കുമ്പോൾ അത് ചെല്ലിയിട്ടുണ്ട്, എന്റെ ഉമ്മ മരിക്കുമ്പോൾ നാവിങ്ങനെ ഇളകിയിട്ടുണ്ട്. പോരാ, അവരുടെ ആത്മാർത്ഥതയിൽ ആന്തരാളങ്ങളിൽ ഉജ്ജ്വലമായി പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസം ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് പറയാൻ കഴിയും. അത് നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും ഫിർഔൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പടയാളികളെ പിടികൂടുന്ന സമയത്ത്, ആ കടലിൽ വെച്ച് ഫിർഔനിനെ മുക്കിക്കൊല്ലുന്ന സമയത്ത് ഫിർഔനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടില്ലേ? ചൊല്ലിയിട്ടുണ്ട്. എന്താണ് അല്ലാഹ് പറഞ്ഞത്? പോരാ, അങ്ങനെ മതിയാകില്ല. അതിന്റെ മുമ്പ് അതിന്റെ വിശ്വാസത്തിന്റെ നുരുമ്പുകൾ അവനിൽ ഉണ്ടാകണം. അല്ലാണ്ട് മരിക്കാൻ കിടക്കുമ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും അതിന്റെ മുമ്പ് അള്ളാഹനെ കാണാതെ, അള്ളാഹനെ വിളിക്കാതെ, അള്ളാഹനെ ആരാധിക്കാതെ, അള്ളാഹ്ക്ക് വേണ്ടി പ്രബോധനം നടത്താതെ ഇബാദത്തുകൾ ചെയ്യാത്ത മനുഷ്യൻ അവസാന സമയം ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബിന് ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. മറിച്ച് കാമിലായ ഈമാൻ കിട്ടണം. അപ്പൊ നമ്മുടെ ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, കാമിലായ ഈമാൻ കിട്ടാൻ സക്രാത്തിൽ കിടക്കുമ്പോൾ മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ മതി. അപ്പൊ മൊയ്തീൻ ശൈഖ് വരും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അയാളെ സഹായിക്കും. മൂപ്പരെ വിളിക്കാനാ പറയുന്നത്. അവിടെ എത്തിച്ചു. മരണാശയ്യയിൽ തൊണ്ടക്കുഴിയിൽ മലക്കുൽ മൗത്ത് ഹാദിറാകുന്ന സമയത്തും റബ്ബിനെ വിളിക്കരുത് എന്ന് പഠിപ്പിക്കാൻ. എന്തിനാണ് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. പരിശുദ്ധ റമദാനിൽ നമ്മൾ ഈ കുറ്റമറ്റ ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടാനുള്ള സ്ഫുടം ചെയ്യപ്പെട്ട ആത്മസംസ്കരണം നടന്ന ഹൃദയത്തിൽ ആദ്യമുണ്ടാകേണ്ടത് അടിസ്ഥാനപരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. ആ കലിമത്തു തൗഹീദ് എല്ലാവരും പ്രഭാഷണം നടത്തേണ്ട വിഷയമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എല്ലാവരും ഓതേണ്ട ആയത്താണ്. മുസ്ലിം സമുദായത്തിലെ എല്ലാ സംഘടനകളിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വിഷയം പ്രബോധനം നടത്താറുണ്ടോ? ആലോചിക്കേണ്ടതാണ്. തൗഹീദ് എന്ന വിഷയം എല്ലാ മുസ്ലിം സംഘടനകളും പ്രസംഗിക്കാറുണ്ടോ? ആലോചിക്കേണ്ടതാണ്. കഴിയില്ല പ്രിയപ്പെട്ടവരെ. അവരുടെ ആത്മാർത്ഥതക്കുള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിടത്ത് ഒരൊറ്റ ഇലാഹാണെങ്കിൽ അവർക്ക് സാധിക്കും. അല്ലാത്തവർക്ക് ഈ ആയത്തുകൾ ഉപയോഗിക്കാൻ ഭയപ്പാടാണ്. അത് നിങ്ങൾ സൂക്ഷിച്ചാൽ, നിങ്ങൾ പരിശോധിച്ചാൽ, നിങ്ങൾ ഗവേഷണം നടത്തിയാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈമാൻ മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിച്ച നമ്മളെല്ലാവരും ഈമാനികമായ നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഉള്ളത്. അത് കളയാതിരിക്കണമെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഇബാദത്തുകൾക്ക് സാധ്യത കുറയുകയാണ് ചെയ്യുക. ഏത് അവസരത്തിലും വിശ്വാസം നമ്മളുടെ ദൃഢമായി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെങ്കിലും അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കും. അവരാണ് ആൺകുട്ടികൾ. ഖുർആൻ പറയാണ് റിജാലുൻ. ആരാണ് ആൺകുട്ടികൾ? ഖുർആൻ പറയുന്നത് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അവരുടെ കച്ചവടമോ അവരുടെ ഇടപാടുകളോ ക്രയവിക്രയങ്ങളോ അള്ളാഹനെ ഓർക്കുന്നതിൽ അവർക്ക് തടസ്സമാകുന്നില്ല. ഈമാൻ ഉണ്ടെങ്കിൽ ഏത് യാത്രകളാകട്ടെ, പ്രോഗ്രാമുകളാകട്ടെ, അള്ളാഹനെ വെച്ചുകൊണ്ട്, അള്ളാഹനെ ഓർത്തുകൊണ്ട്, അവനോട് ചെയ്യാനുള്ള കടപ്പാടുകൾ ഓർത്തുകൊണ്ട് അത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നരകത്തിലെ സക്കറയിൽ, നരകത്തിന്റെ മറ്റൊരു പേരാണല്ലോ സക്കർ. മാ സലകകും ഫീ സക്കർ, എന്താണ് നിങ്ങൾ നരകത്തിൽ വീണുപോയത് എന്നവരോട് ചോദിച്ചാൽ അവർ പറയുന്ന രണ്ട് ചോദ്യമുണ്ട്. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സക്കറിൽ പെട്ടുപോയത് എന്ന്. എന്താ അവിടെ ഉണ്ടായത്? ഒന്ന്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഒരടിമയും അവന്റെ സൃഷ്ടാവും തമ്മിൽ നടക്കേണ്ട ഡീല് നടന്നില്ല. രണ്ടാമത്തെ, വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഒരടിമയും മറ്റൊരടിമയും ചെയ്യേണ്ട ബാധ്യതയും നടന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്ന്, അള്ളാഹുമായിട്ടുള്ള ഇടപാടുകളും കടപ്പാടുകളും ഒരൊറ്റയും ഒഴിയാതെ ജീവിതത്തിൽ അതിന്റെ തുടർച്ച കൊണ്ടുവരാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ചെറിയ
ഒരരിവറ്റ് കൊടുത്തിട്ടെങ്കിലും എല്ലാരെയും സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, എല്ലാവരുടെയും വിഷമങ്ങളായി കാണുന്ന, എല്ലാവരുടെയും ആവശ്യങ്ങളായി കാണുന്ന, ഏതൊരു തന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നിടത്ത് നിങ്ങളുടെ പരലോകം വരുമെന്ന് വിശ്വസിച്ച ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭയം ഓർമ്മയില്ലേ? അങ്ങ് യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരൊട്ടകക്കുട്ടി വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടാൽ ഈ ഖലീഫയായ ഉമറിനോട് അള്ളാഹ് ചോദിക്കുമോ എന്ന് ഭയപ്പെട്ട് തീരദേശങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും വീടകങ്ങളിലും വേഷം മാറി സഞ്ചരിച്ച് ആളുകളുടെ ക്ഷേമത്തെ അന്വേഷിച്ച ഒരു ധീരനായ ഉമറിന്റെ ചരിത്രമുണ്ട് നമുക്ക് പറയാൻ. ആ ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയിൽ ഈ ലോകത്തെവിടെയും നടപ്പിലാക്കേണ്ടത് എന്ന് പ്രഗത്ഭരായ പലരും എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യം അഭിമുഖീകരിക്കാൻ വരുന്ന ഈ തെരഞ്ഞെടുപ്പിന് പോലും പ്രിയപ്പെട്ടവരെ നീതിതുല്യമായ, ഏറ്റവും സഹിഷ്ണുതയോടുകൂടി, ഏറ്റവും ഐക്യത്തോടുകൂടി, വർഗീയതയില്ലാതെ, ഭീകരതയില്ലാതെ, അതുപോലെ തന്നെ യാതൊരു നിലക്കുമുള്ള ഫാസിസ്റ്റ് ചിന്താഗതികളുമില്ലാതെ എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളാണ് എന്ന് ഉച്ചയിസ്തരം ഉദ്ഘോഷിക്കാൻ പറ്റിയ ഒരു ദർശനത്തിലേക്ക് ഈ മനുഷ്യരാശിയെ നമുക്ക് ക്ഷണിക്കണമെങ്കിൽ അള്ളാഹിനെ പറ്റി നമ്മൾ പഠിച്ചാൽ മതിയാകും. അതുകൊണ്ടല്ലേ എത്ര കവിമാരാണ് അള്ളാഹു എന്ന കവിത എഴുതി. ഒരു പ്രഗത്ഭനായ കവി എന്താണ്, അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ ആ ഒരു കവിത മതിയാകും. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ ഏകോദര സഹോദരങ്ങളായി നിലനിൽക്കുകയും എന്നാൽ ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വിധം, എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആദർശവും അവരുടെ ആദർശവുമാണ്, അതിൽ തർക്കവുമില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. നമ്മുടെ ആദർശം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അവരെടുക്കണമെന്നൊരു നിർബന്ധവും ദീനിലില്ല. പറഞ്ഞു കൊടുക്കൽ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അങ്ങനെ ഇസ്ലാഹ് നടത്തിയാൽ ആ നാട് ആക്രമിക്കപ്പെടുക പോലുമില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലേ? എന്താ പറഞ്ഞത്? വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. ഞാനൊരു പ്രത്യേക രാജ്യത്തെ ആക്രമിക്കുന്ന പ്രശ്നമില്ല. അല്ലാഹു പറയുന്നു വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. അവിടുത്തെ ആളുകൾ മുസ്ലിഹുകളാകുന്നത് കാലം വരെ, എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാഹ് നടത്തുന്ന കാലത്തോളം ആ രാജ്യം ആക്രമിക്കപ്പെടില്ല. അതുകൊണ്ട് എല്ലാവരും നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കുക. എല്ലാവർക്കും പോരായ്മകളുണ്ട്. എല്ലാവരും രാജ്യത്തും നാട്ടിലും ഏറ്റവും കൂടുതൽ ദുഷ്കീർത്തി നേടിയ ഫ്ലാഷായ മനുഷ്യർ മാത്രമല്ല തിന്മ ചെയ്യുന്നത്. എല്ലാവരുടെയും ജീവിതത്തിന്റെ ആന്തരിക ഘടനയിൽ, അവന്റെ ഇരുട്ടിന്റെ ലോകത്ത് മഹാപാതകങ്ങൾ ചെയ്തവരാണ് മനുഷ്യരിൽ പലരും. അതുകൊണ്ട് പുറത്ത് കാണുന്നവനും അകത്ത് കാണുന്നവനും കുറ്റം ചെയ്തവരായേക്കാം. അതുകൊണ്ട് അത് മനസ്സിലാക്കി ഗുണകാംക്ഷയോടെ ആളുകളെ ഉപദേശിച്ച്, ആളുകളെ നന്മയിലേക്ക് ക്ഷണിച്ച്, തിന്മയിൽ നിന്ന് വിലക്കി ചേർത്ത് നിർത്തി ഏറ്റവും നല്ല രൂപത്തിലുള്ള ഉദാത്തമായ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ തോരായിയുടെ മണൽത്തരികളെ വിറപ്പിച്ച് ഈ റബീഉ ഇബ്നു ആമിർ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നില്ലേ? ആ റുസ്തമിന്റെ രാവും പകലുമെന്നോളം ആളുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ സന്നിഹിതനായി, ഏറ്റവും വലിയ സിംഹാസനത്തിന്റെ ഉടമയായ ഹിർക്കലിന്റെ അടുക്കലേക്ക് ചെരുപ്പ് ധരിക്കാത്ത മെലിഞ്ഞ കാലുള്ള ഒരു സഹാബി പോകുന്നുണ്ട്. ഇങ്ങനെ എന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോ റബീഉ ഇബ്നു ആമിർ പറഞ്ഞത് എന്താ? നഹനു ഖൗമുൻ ഇബ്തഗാ ഹസനല്ലാഹ് ലിനുഖ്രിജ അന്നാസ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തിൽ റബ്ബ്. മനുഷ്യരെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരിൽ നിന്നും മനുഷ്യനെ പടച്ച റബ്ബിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വന്ന ഒരു വിഭാഗമാണ് ഞങ്ങളെന്ന് റുസ്തമിന്റെ കൊട്ടാരത്തെ വിറപ്പിച്ച് റബീഉ ഇബ്നു ആമിർ പറഞ്ഞതുപോലെ ഈ നമ്മുടെ നാടകങ്ങളിലെ എല്ലാ വീടുകളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് പരിചയപ്പെടുത്താൻ ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇടുകയാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ, മാന്യമായ അന്തരീക്ഷത്തിൽ, സൗമ്യമായ ഭാഷയിൽ, ഹിക്മത്തോടുകൂടി റബ്ബിലേക്ക് ക്ഷണിക്കാനുള്ള തൗഫീഖും സാഹചര്യവും അറിവും കഴിവും ഈമാനും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പെരുന്നാൾ ദിവസം 2 വലിയ ജുമുഅകളാണ് നടന്നത്. ഇതിൽ 2ലും പങ്കെടുക്കാൻ കഴിയാത്ത പലരുമുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണമേ നാഥ. പ്രയാസങ്ങളിൽ അകപ്പെട്ട ആളുകളുടെ കൂടെ ചേർന്ന് നിന്നതിന്റെ പേരിൽ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും ലോക്കായവരുണ്ട് നാഥ. അവർക്ക് ഞങ്ങൾക്ക് എഴുതിയ അതേ പ്രതിഫലം ആ ബൈസ്റ്റാൻഡർമാർക്ക് അല്ലാഹുവേ നീ നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂടെ ഏറ്റവും മനോഹരമായി ഞങ്ങളുടെ ജീവിതത്തിന്റെ വർണ്ണാഭമായ നാളുകൾ നീക്കിക്കൊണ്ടുവന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നാഥ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക്
നീ എല്ലാം പുറത്തു കൊടുക്കണമേ. അവരുടെ ബർസഖിയായ ലോകം ഏറ്റവും വിശാലവും സുന്ദരവുമാക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂടെ മരണപ്പെട്ടുപോയ പിഞ്ചോമനകളുണ്ട്, സഹോദരങ്ങളുണ്ട്. നാഥാ, മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണമേ. اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة العداء اللهم انا نعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم إنا نسألك العفو والعافية في الدنيا والآخرة اللهم إنا نسألك العفو والعافية في ديننا ودنيانا توفنا مسلما وألحقنا بالصالحين ربنا تقبل منا دعاءنا وقيامنا وصيامنا يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.